സീമാസിൽ ഷോപ്പ് ചെയ്യാം. വെസ്റ്റേൺ ടോപ്പ്, ക്രോപ്പ് ടോപ്പ്, ഹുഡീസ്, ഓവർകോട്ട്, ഫ്രോക്സ്, അനാർക്കലീസ്, ജീൻസും ടോപ്പും സ്യൂട്ടും ട്രാക്ക് സ്യൂട്ടും 3/4 കട്ടപ്പന സീമാസിൽ വിലക്കുറവിൻ ആഘോഷം. അവധിക്കാലം കൊതിതീരും വരെ ഷോപ്പ് ചെയ്യാലോ. ലോകോത്തര ബ്രാൻഡുകൾ, പുതുപുത്തൻ കളക്ഷൻസ്, കട്ടപ്പന സീമാസിൽ ഉത്സവമേളം. ഇനി നാട്ടിലെത്തിയാൽ ഷോപ്പിംഗ് ഈസിയാ. സീമ സിൽക്സ്, പുളിയൻമല റോഡ്, കട്ടപ്പന. മൂടിവെക്കപ്പെട്ട സത്യങ്ങൾ, നീതി തേടുന്ന ജനങ്ങൾ, കണ്ടിട്ടും കാണാത്ത അധികൃതർ തുറന്നു കാട്ടുകയാണ് സിറ്റി വിഷൻ. ഇനിയും പുറത്തു വരാത്ത നേരിന്റെ വലിയ കഥകൾ തേടിയൊരു യാത്ര, ദ ബിഗ് സ്റ്റോൺ. വിളകളുടെ കരുത്തുറ്റ വളർച്ചയ്ക്കും മണ്ണിലെ ജൈവഘടന നിലനിർത്തുന്നതിനും അഴുകൽ, തട്ടമറിച്ചിൽ ഇവയെ പ്രതിരോധിക്കുന്നതിനും സഹായിക്കുന്നു. നിർമ്മാതാക്കൾ ശ്രീലക്ഷ്മി എന്റർപ്രൈസസ്, ആമയാർ. KG's Jewelry, കോട്ടയം കട, സിൻസ് 1950. പരിശുദ്ധ സ്വർണം വിശ്വസ്ത കരങ്ങളിലൂടെ. ആ ഷോപ്സ് കട്ടപ്പന, ചെറുതോണി, അടിമാലി, നെടുങ്കണ്ടം, രാജാക്ക. സഹകാർ മെഡിക്കൽസ് ആൻഡ് സർജിക്കൽസ്, SNDP ഷോപ്പിംഗ് കോംപ്ലക്സ്, DCDL മൾട്ടി സ്പെഷ്യാലിറ്റി ലബോറട്ടറിക്ക് സമീപം, പഞ്ചായത്ത് റോഡ്, രാജാക്കാട്. ഡോക്ടേഴ്സ് ക്ലിനിക്കൽ ആൻഡ് ഡയഗ്നോസ്റ്റിക് ലബോറട്ടറി, രാജാക്കാട്. ഏറ്റവും കുറഞ്ഞ വിലയിൽ എല്ലാ മെറ്റീരിയൽസും ഉത്തരവാദിത്തത്തോടുകൂടി സൈറ്റിലെത്തിച്ച് നൽകും. കരുത്തു പകരുന്നു തലമുറകളോളം. NK ട്രേഡിംഗ് കമ്പനി, ഇരട്ടയാർ. ഹാപ്പി ബർത്ത്ഡേ പപ്പ. ഇത് എന്നതടി കൊച്ചേ? ഇത് പപ്പയുടെ തലവര മാറ്റുന്നൊരു ഗിഫ്റ്റാ. ഇതോടെ എല്ലാ പ്രശ്നവും മാറും. ഇവൻ കനിയാതെ നമ്മുടെ പ്രശ്നം തീരില്ല മോളെ. പപ്പ ഇത് ആദ്യം ഒന്ന് തുറന്നു നോക്ക്. പപ്പ ഇത് ഉപയോഗിച്ച് നോക്ക്. പപ്പയുടെ ഇലച്ചെടികൾ ഇനി 100 മിനി വിളവ് തരും. ഇതെന്റെ ഉറപ്പല്ല, ഉപയോഗിച്ച് വിജയിച്ച 100 കണക്കിന് കർഷകരുടെ ഉറപ്പാ. ശക്തമായ വേരുപടലവും കരുത്തുറ്റ ചിമ്പുകളും ചരങ്ങളും ഇന്ദ്രജാലിലൂടെ ചെടിയിൽ നിറയെ പൂക്കളും അതുവഴി ധാരാളം കായ്ഫലവും ഉണ്ടാകാൻ അമിമാക്സ്. ചെടിയുടെ സമഗ്ര വളർച്ചയ്ക്കും കരുത്തിനും ചമത്കാർ, ഒരു ഹൈഫീൽഡ് AG ഉൽപ്പന്നം. കേരളത്തിലെ അംഗീകൃത വിതരണക്കാർ അഗ്രോ പാർക്ക്, നെടുങ്കണ്ടം. ജില്ലയിലെ എല്ലാ കൃഷിമരുന്ന് കടകളിലും ലഭ്യമാണ്. നമസ്കാരം, സിറ്റി വിഷൻ വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. താൻ ഗ്രൂപ്പിന്റെ ആളല്ലെന്നും തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഗ്രൂപ്പ് അടിസ്ഥാനത്തിലുള്ള വീതം വെയ്പ് ഉണ്ടാകില്ലെന്നും DCC പ്രസിഡന്റ് CP മാത്യു. ജയിക്കാൻ സാധ്യതയുള്ള സ്ഥാനാർത്ഥികൾക്ക് മാത്രം സീറ്റെന്നും CP മാത്യു. അടിമാലി സ്കൂളിലെ ഉദ്യോഗസ്ഥ വിദ്യാർത്ഥികളെ അധിക്ഷേപിച്ചെന്ന ആരോപണം. പ്രതിഷേധത്തിനൊരുങ്ങി യൂത്ത് കോൺഗ്രസ്. ഉദ്യോഗസ്ഥയ്ക്കെതിരെ നടപടി വേണമെന്ന ആവശ്യം. വിശദീകരണം തേടി DDE. കാലവർഷത്തിൽ ഏലവും വാഴയും മാത്രമല്ല ജാതി കർഷകർക്കും കനത്ത നാശം. വിളവെടുക്കാൻ 2 മാസം മാത്രം ബാക്കി നിൽക്കെ ശക്തമായ കാറ്റിൽ ജാതിക്കായ്ക്കളും പൂവുകളും വീണ് നശിച്ചു. ലേലത്തിൽ പോയ വാഹനം മോഷ്ടിച്ചു കടത്തിയ സംഘം അറസ്റ്റിൽ. വാഹനത്തിന്റെ മുൻ ഉടമസ്ഥനും സുഹൃത്തുക്കളും ചേർന്നാണ് ഇടുക്കി നെടുങ്കണ്ടത്ത് നിന്നും വാഹനം മോഷ്ടിച്ചു കടത്തിയത്. പ്രതികൾ റിമാൻഡിൽ. വിശദമായ വാർത്തകളിലേക്ക്. താൻ ഒരു ഗ്രൂപ്പിന്റെയും ഭാഗമല്ലെന്നും ഇത്തവണ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഗ്രൂപ്പ് അടിസ്ഥാനത്തിലുള്ള വീതം വെയ്പ് ഉണ്ടാകില്ലെന്നും DCC പ്രസിഡന്റ് CP മാത്യു സിറ്റി വിഷനോട്. ജയിക്കാൻ സാധ്യതയുള്ള സ്ഥാനാർത്ഥികൾക്ക് മാത്രമേ സീറ്റ് ഉണ്ടാകൂ. നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുമ്പുള്ള സെമി ഫൈനലായാണ് തദ്ദേശ തെരഞ്ഞെടുപ്പിനെ കാണുന്നത്. വന്യജീവി ആക്രമണവും ഭൂപ്രശ്നങ്ങളും തദ്ദേശ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് പ്രചരണ ആയുധമാക്കുമെന്നും അതിനായുള്ള ക്യാമ്പയിൻ ആരംഭിച്ചു കഴിഞ്ഞു. സർക്കാരിന്റെ അഴിമതി അടക്കം തുറന്നുകാട്ടി ഭൂരിപക്ഷം പഞ്ചായത്തുകളും പിടിച്ചെടുക്കുമെന്നും CP മാത്യു പറഞ്ഞു. ഇടുക്കി DCC പ്രസിഡന്റ് ശ്രീ CP മാത്യു ആണ് നമ്മോടൊപ്പം ഉള്ളത്. ഈ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിനെയൊക്കെ നേരിടാൻ വേണ്ടിയിട്ടുള്ള ഒരുക്കങ്ങളിലേക്കൊക്കെ എത്തിയോ കോൺഗ്രസ്? അതെ. അതിൻ്റെ ഭാഗമായിട്ടുള്ള കൺവെൻഷനാണ് ഇന്ന് ഈ ജില്ലാതല ഉദ്ഘാടനമാണ് ഇപ്പം നിർവഹിച്ചത്. അതായത് വാർഡ് കമ്മിറ്റികൾ കൂടിയിട്ട് തീരുമാനിക്കുന്ന ആളെയാണ് നമ്മൾ അവർക്ക് പ്രാധാന്യം കൊടുക്കും. വിന്നിങ് ചാൻസുള്ള സ്ഥാനാർത്ഥികളെ നിർത്തുക, അവരെ ജയിപ്പിക്കുക എന്നുള്ളതാണ്
ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ അഭിപ്രായം. ഈ കഴിഞ്ഞ മുമ്പൊക്കെ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെടുന്നത് കോൺഗ്രസിനുള്ളിലെ ഒരു ഗ്രൂപ്പ്, അത് ഈ ഒരു സ്ഥാനാർത്ഥി പ്രഖ്യാപനമൊക്കെ വരുമ്പോൾ പ്രതികൂലമായി ബാധിക്കുമെന്നൊരു തോന്നലുണ്ടായിട്ടുണ്ട്. ഇല്ല, അങ്ങനെ ഒരു പ്രശ്നമൊന്നുമില്ല. ഇപ്പോൾ ഞാൻ DC പ്രസിഡന്റാണ്. ഈ ആഗസ്റ്റ് 28 വരുമ്പോൾ 4 വർഷം തികയുക. എനിക്കങ്ങനെ ഞാൻ ഗ്രൂപ്പിൻ്റെ ഭാഗമായി DC പ്രസിഡൻ്റായ ആളല്ല. ഗ്രൂപ്പിൻ്റെതായ എല്ലാവരും കൂട്ടിയോജിപ്പിച്ച് ഐകമത്യത്തോടുകൂടിയാണ് ഈ ജില്ലയിൽ പോയിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെ ഗ്രൂപ്പിൻ്റെ പ്രശ്നമുള്ള, ഞാൻ വീണ്ടും ആവർത്തിക്കുന്നു, വിന്നിംഗ് ചാൻസുള്ള സ്ഥാനാർത്ഥികൾ, ജയിക്കാൻ സാധ്യതയുള്ള സ്ഥാനാർത്ഥികൾക്ക് മാത്രമേ സീറ്റ് കൊടുക്കൂ. അല്ലാതെ ഇതങ്ങനെയുള്ള വീതം വെപ്പൊന്നും നമ്മുടെ ഈ തെരഞ്ഞെടുപ്പിൽ അത് ഉണ്ടാവില്ല എന്നുള്ളതാണ് KPCC തന്നുള്ള നിർദ്ദേശം. അത് തന്നെയാണ് ജയിക്കാൻ പറ്റുന്ന സ്ഥാനാർത്ഥികൾ. കാരണം അസംബ്ലി തെരഞ്ഞെടുപ്പ് വരെ അതിന് മുൻപുള്ള ഒരു സെമി ഫൈനലാണിത്. അപ്പോൾ ഈ സെമി ഫൈനൽ ജയിച്ചെങ്കിൽ മാത്രമേ ഫൈനലിൽ എത്താൻ പറ്റുള്ളൂ. അതുകൊണ്ടാണ് ഇതിനെ ആ പ്രാധാന്യത്തോടുകൂടിയാണ് പാർട്ടി കേരളത്തിലും അഖിലേന്ത്യാ കോൺഗ്രസ് കമ്മിറ്റി തമ്മിലുള്ള നിർദ്ദേശവും അതുതന്നെയാണ്. ജില്ലയിൽ ഏറ്റവും പ്രധാനമായിട്ട് ഈ പ്രാദേശിക തെരഞ്ഞെടുപ്പിൽ ഉയർത്തിപ്പിടിക്കുന്ന ഒരു വിഷയം എന്തായിരിക്കും? നമ്മുടെ ജില്ല കാർഷിക ജില്ലയാണ്. ഒരുപാട് പ്രശ്നങ്ങൾ മണ്ണുമായി ബന്ധപ്പെട്ട് നമ്മുടെ ജില്ലയ്ക്കുണ്ട്. വന്യമൃഗങ്ങൾ ഇറങ്ങി അതിഭയങ്കരമായി കൃഷി നശിപ്പിക്കുന്നു, ആളുകൾ മരിക്കുന്നു, അവർക്ക് നഷ്ടപരിഹാരം കൊടുക്കാൻ പറ്റുന്നില്ല. പല രീതിയിൽ പല സ്ഥലത്തും, അത് ഇടുക്കിയിൽ മാത്രമല്ല, പാലക്കാട്, വയനാട്, മലപ്പുറം എന്ന തുടങ്ങിയ പ്രദേശങ്ങളിലെല്ലാം വന്യമൃഗങ്ങളുടെ ശല്യം കൂടിക്കൂടി വരികയാണ്. അതാണ് ഞങ്ങളുടെ തെരഞ്ഞെടുപ്പിലെ പ്രധാനപ്പെട്ട ഒരു വിഷയം. അതാണ് തെരഞ്ഞെടുപ്പിനെ നേരിടാനുള്ള ഒരു ക്യാമ്പയിൻ ആരംഭിച്ചു കഴിഞ്ഞു. തീർച്ചയായിട്ടും ആരംഭിച്ചു കഴിഞ്ഞു. കഴിഞ്ഞ 9 വർഷമായി ജനവിരുദ്ധമായ നടപടികളാണ് പിണറായി സർക്കാർ അനുവർത്തിച്ചു വരുന്നത്. എല്ലാം ശരിയാക്കാം എന്ന് പറഞ്ഞ് അധികാരത്തിൽ വന്ന ആളുകൾ ഇപ്പോൾ ഇവിടെ ജീവിക്കുന്ന മനുഷ്യരെല്ലാം ശരിയാക്കിക്കൊണ്ടിരിക്കുന്ന ഒരു അവസ്ഥാവിശേഷമാണുള്ളത്. അഴിമതിയിൽ മുങ്ങിക്കുളിച്ചൊരു ഭരണകൂടമാണ് കേരളത്തിൽ ഇരിക്കുന്നത്. അതെല്ലാം ഈ തെരഞ്ഞെടുപ്പിൽ ഈ സെമി ഫൈനലിൽ പ്രതിഫലിക്കും. ഭൂരിപക്ഷം വരുന്ന പഞ്ചായത്തുകൾ ഞങ്ങൾ പിടിച്ചെടുക്കും. അതുപോലെ ജില്ലാ പഞ്ചായത്ത് പിടിച്ചെടുക്കും, ബ്ലോക്ക് പഞ്ചായത്തുകളും പിടിച്ചെടുക്കും. ഈ ജില്ലയിലെ ജനാധിപത്യ പ്രക്രിയയിൽ കഴിഞ്ഞ നാളുകളായി സംഭവിച്ചിട്ടുള്ള ആ എല്ലാ പോരായ്മകളും ഞങ്ങൾ ഈ തെരഞ്ഞെടുപ്പിൽ തിരുത്തിക്കുറിക്കും. ഇത് ജനാധിപത്യ ശക്തികളുടെ ഐക്യജനാധിപത്യ മുന്നണിയുടെ ഒരു വലിയ കോട്ടയാണ്. ചില അഭിപ്രായ വ്യത്യാസങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടായതിൻ്റെ പേരിലാണ് പലപ്പോഴും ഈ തെരഞ്ഞെടുപ്പിൽ പാളിപ്പോയിട്ടുള്ളത്. ഇപ്രാവശ്യത്തെ കാൻഡിഡേറ്റ് സെലക്ഷൻ അടക്കം ഓരോ അടുക്കം ചിട്ടയോടും കൂടിയുള്ള സ്ഥാനാർത്ഥികളെ നിർത്തിക്കൊണ്ട് ഈ ജില്ലയിൽ ബഹുഭൂരിപക്ഷം വരുന്ന സീറ്റുകൾ, നാമമാത്രമായ സീറ്റുകളെ ഇടതുപക്ഷത്തിന് കൊടുക്കുകയുള്ളൂ എന്നതാണ് ജനങ്ങളുടെ ആഗ്രഹമെന്നാണ്. ആ ജനങ്ങളുടെ ഇച്ഛാശക്തി ഞങ്ങൾ അത് ഊട്ടിയുറപ്പിക്കും. അതാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. എന്തായാലും അത്തരത്തിലാണ് വരാൻ പോകുന്ന ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിനെ നേരിടാൻ വേണ്ടിയിട്ട് കോൺഗ്രസ് ഇടുക്കി ജില്ലയിൽ സർവ്വസജ്ജമാണ് എന്നാണ് DCC പ്രസിഡന്റ് CP മാത്യു പറഞ്ഞത്. സന്ദീപ് രാജാക്കാട്, സിറ്റി വിഷൻ, ഇടുക്കി. ഇംഗ്ലീഷ് മീഡിയം നിലനിർത്തുന്നതുമായി ബന്ധപ്പെട്ട് അടിമാലി സർക്കാർ ഹൈസ്കൂളിൽ രാവിലെ നടന്ന പ്രതിഷേധത്തിനിടെ സ്കൂളിലെ ഒരു ഉദ്യോഗസ്ഥ വിദ്യാർത്ഥികളെ അധിക്ഷേപിക്കുന്ന തരത്തിലുള്ള പരാമർശം നടത്തിയെന്ന ആരോപണവുമായി യൂത്ത് കോൺഗ്രസ് അടിമാലി മണ്ഡലം കമ്മിറ്റി രംഗത്ത്. വിദ്യാർത്ഥികൾക്ക് സ്റ്റാൻഡേർഡ് ഇല്ല എന്ന അധിക്ഷേപ പരാമർശം ഇവർ മാധ്യമങ്ങൾക്ക് മുൻപിൽ നടത്തിയെന്നാണ് യൂത്ത് കോൺഗ്രസിന്റെ ആരോപണം. ഉദ്യോഗസ്ഥയ്ക്കെതിരെയും നടപടി വേണമെന്നും അല്ലാത്ത പക്ഷം സമരങ്ങൾക്ക് രൂപം നൽകുമെന്നും യൂത്ത് കോൺഗ്രസ് നേതൃത്വം അടിമാലിയിൽ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. സർക്കാർ ഹൈസ്കൂളിലെ 9ാം ക്ലാസ്സിലെ C ഡിവിഷൻ അപ്രതീക്ഷിതമായി നിർത്തലാക്കാൻ പോകുന്നുവെന്ന ആരോപണവുമായിട്ടായിരുന്നു രക്ഷിതാക്കളും യുവജന സംഘടനകളും പ്രതിഷേധവുമായിട്ട് കഴിഞ്ഞ ദിവസം എത്തിയത്. നിലനിർത്തണമെന്നതായിരുന്നു പ്രതിഷേധക്കാരുടെ ആവശ്യം. യൂത്ത് കോൺഗ്രസ് ഇപ്പോൾ മറ്റൊരു ആക്ഷേപവുമായി രംഗത്തു വന്നത്. രാവിലെ നടന്ന പ്രതിഷേധത്തിനിടെ സ്കൂളിലെ ഒരു ഉദ്യോഗസ്ഥ വിദ്യാർത്ഥികളെ അധിക്ഷേപിക്കുന്ന തരത്തിലുള്ള പരാമർശം നടത്തിയെന്നാണ് യൂത്ത് കോൺഗ്രസിലെ അടിമാലി മണ്ഡലം കമ്മിറ്റിയുടെ ആക്ഷേപം. വിദ്യാർത്ഥികൾക്ക് സ്റ്റാൻഡേർഡ് ഇല്ല എന്ന അധിക്ഷേപ പരാമർശം ഉദ്യോഗസ്ഥർ മാധ്യമങ്ങൾക്ക് മുൻപിൽ നടത്തിയെന്നും അധിക്ഷേപ പരാമർശം നടത്തിയ ഉദ്യോഗസ്ഥർക്കെതിരെ നടപടി വേണമെന്നും യൂത്ത് കോൺഗ്രസ് ആവശ്യപ്പെടുന്നു. അല്ലാത്തപക്ഷം തുടർ സമരങ്ങൾക്ക് രൂപം നൽകുമെന്ന യൂത്ത് കോൺഗ്രസ് നേതൃത്വം അടിമാലിയിൽ വാർത്താ സമ്മേളനത്തിൽ വ്യക്തമാക്കി. ഈ കുട്ടികൾക്ക് സ്റ്റാൻഡേർഡ് ഇല്ല എന്ന് പറയുന്നത് ഈ അധ്യാപികയാണ്. ഈ ദൃശ്യങ്ങളെല്ലാം കാണാൻ കഴിയുന്ന ഈ അധ്യാപികയാണ്, ഈ ഉദ്യോഗസ്ഥയാണ്. ഇത്തരത്തിൽ സ്റ്റാൻഡേർഡ് ഇല്ല, മാധ്യമങ്ങൾക്ക് മുമ്പിൽ വെച്ചാണ് ഈ ഒരു സ്റ്റേറ്റ്മെന്റ് നടത്തിയിട്ടുള്ളത്, നിലവാരമില്ല എന്നുള്ളതിൽ. അതുകൊണ്ട് ഈ ഉദ്യോഗസ്ഥയ്ക്കെതിരെ ഉദ്യോഗസ്ഥ തലത്തിൽ നടപടിയെടുക്കുന്നത് വരെ ശക്തമായ സമരവുമായി മുന്നോട്ട് പോകാൻ വേണ്ടി തന്നെയാണ് കോൺഗ്രസിന്റെ തീരുമാനം. നിന്ന് വിദ്യാർത്ഥികൾ പഠനത്തിനായി അടിമാലി സർക്കാർ ഹൈസ്കൂളിനെയാണ് ആശ്രയിക്കുന്നത്. വേണമെങ്കിൽ ഡിവിഷൻ നിലനിർത്താൻ ശ്രമിക്കാം എന്ന പരാമർശം നടത്തിയ പ്രധാന അധ്യാപികയ്ക്കെതിരെ നടപടി വേണമെന്നും യൂത്ത് കോൺഗ്രസ് ആവശ്യമുന്നയിക്കുന്നു. വിഷയത്തിൽ ബന്ധപ്പെട്ട വകുപ്പിന് പരാതി സമർപ്പിച്ചതായും പരാമർശം നടത്തിയവർക്കെതിരെ നടപടിയുണ്ടായില്ലെങ്കിൽ കടുത്ത സമരവുമായി മുന്നോട്ടു പോകുമെന്നും
നിതിൻ സ്റ്റീഫൻ, യൂത്ത് കോൺഗ്രസ് സംസ്ഥാന സെക്രട്ടറി ഷിൻസ് എലിയാസ, ജില്ലാ ജനറൽ സെക്രട്ടറി രഞ്ജിത്ത് രാജീവ്, KSU ജില്ലാ ജനറൽ സെക്രട്ടറി അലൻ സണ്ണി എടപ്പാറ, മുൻ അസംബ്ലി വൈസ് പ്രസിഡന്റ് അഖിൽ ബേസിൽ രാജു തുടങ്ങിയവർ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. സിറ്റി വിഷൻ അടിമാലി. അടിമാലി സർക്കാർ സ്കൂളിലുണ്ടായ വിഷയത്തിൽ സ്കൂൾ അധികൃതരോട് വിശദീകരണം ചോദിച്ച DDE സ്കൂളിലെ മുഴുവൻ വിദ്യാർത്ഥികളും മികച്ച നിലവാരം പുലർത്തുന്നവരാണെന്നും കുട്ടികൾക്ക് നിലവാരമില്ലെന്ന പരാമർശം നടത്തിയതിലും ഉദ്യോഗസ്ഥയോട് വിശദീകരണം തേടിയെന്നും വിഷയത്തിൽ ജില്ലാ കളക്ടർക്ക് റിപ്പോർട്ട് നൽകിയെന്നും DDE വ്യക്തമാക്കി. GHS അടിമാലിയിൽ 8ാം ക്ലാസ്സിൽ 3 ഡിവിഷൻ ഉണ്ടായിരുന്നു. അപ്പോൾ അതിൽ 3ാമത്തെ ഡിവിഷൻ അവർ ഇംഗ്ലീഷ് മീഡിയമായിട്ടാണ് എടുത്തുകൊണ്ടിരുന്നത്. അപ്പോൾ റേഷ്യോ പ്രകാരം 9ലേക്ക് കുട്ടികൾ ജയിച്ച് വന്നപ്പോൾ 2 ക്ലാസ്സിലുള്ള കുട്ടികളെ വന്നു. അപ്പോൾ കഴിഞ്ഞ ദിവസം ടീച്ചേഴ്സ് സ്കൂൾ തുറക്കുന്നതിന് 2 ദിവസം മുമ്പ് ഇംഗ്ലീഷ് മീഡിയം ഇനിയിപ്പോൾ എടുക്കാൻ ബുദ്ധിമുട്ടുണ്ടെന്ന് രക്ഷിതാക്കളെ അറിയിച്ചു എന്നാണ് പറയുന്നത്. അപ്പോൾ അതാണ് ഇങ്ങനെ ഒരു കലുഷിതമായ ഒരു അന്തരീക്ഷം സൃഷ്ടിക്കപ്പെടാൻ കാരണം. അപ്പോൾ അതറിഞ്ഞ ഉടനെ തന്നെ നമ്മൾ സ്കൂളിലേക്ക് എത്തി. അവിടെ എത്തി അധ്യാപകരെ കണ്ടു. പ്രധാന അധ്യാപികയും അതുപോലെ തന്നെ മറ്റേ അധ്യാപകരും കൂട്ടി നമ്മൾ സ്റ്റാഫ് മീറ്റിങ്ങൊക്കെ കൂടി. അപ്പോൾ അവരോട് ചോദിച്ച കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി. ഇപ്പോൾ കുട്ടികൾ 11 കുട്ടികളാണ് 9ാം ക്ലാസ്സിലേക്ക് പുതിയതായി വന്നിട്ടുള്ളത്. അപ്പോൾ ഈ 8ാം ക്ലാസ് വരെ അവിടെ സ്ഥിരമായി പഠിച്ച കുട്ടികൾക്ക് പെട്ടെന്നൊരു ദിവസം ഇംഗ്ലീഷ് മീഡിയം പഠിപ്പിക്കാൻ പറ്റില്ല എന്ന് പറയാൻ പാടില്ല എന്ന് അവരെങ്ങനെയെങ്കിലും ക്ലാസ്സുകൾ അവർക്ക് എടുത്തു കൊടുത്ത് അവരെ 9ലും 10ലും തുടർന്ന് വന്നപോലെ തന്നെ ഇംഗ്ലീഷ് മീഡിയം പഠിപ്പിക്കണമെന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. 1ാം ക്ലാസ് മുതൽ 10ാം ക്ലാസ് വരെയുള്ളൊരു വിദ്യാലയമാണ്. അപ്പോൾ അവിടെ കുട്ടികൾക്ക് നിലവാരമില്ല എന്ന് ഒരു അധ്യാപകനും പറയാൻ പാടില്ല. കാരണം നമ്മുടെ അധ്യാപകർ കുട്ടികളുടെ നിലവാരം മനസ്സിലാക്കി അവരെ ഉയർന്ന നിലവാരത്തിലേക്ക് എത്തിക്കാനുള്ളവരാണ്. അപ്പോൾ അങ്ങനെ പറയുന്നത് ശരിയല്ല, അങ്ങനെ പറയാൻ പാടില്ല. അതിനും നമ്മൾ അവരോട് എക്സ്പ്ലനേഷൻ ചോദിച്ചിട്ടുണ്ട് എന്തുകൊണ്ട് അങ്ങനെ പറഞ്ഞു. കാലവർഷത്തിൽ ഏലവും വാഴയും മാത്രമല്ല ജാതി കർഷകർക്കും ഉണ്ടായത് കനത്ത നാശം. വിളവെടുക്കാൻ 2 മാസം മാത്രം ബാക്കി നിൽക്കെ ശക്തമായ കാറ്റിൽ ജാതിക്കായ്കളും പൂവുകളും വീണ് നശിച്ചു. ഉണ്ടായിരുന്ന വിളവ് നശിച്ചതിനൊപ്പം അടുത്ത വിളവിനും കാറ്റ് കനത്ത തിരിച്ചടിയാണ് സമ്മാനിച്ചത്. കത്തിനിന്ന വേനൽക്കാലത്ത് നനയെത്തിച്ചും വലിയ മുതൽ മുടക്കിൽ പരിപാലിച്ചും നിലനിർത്തിയ ജാതികളിൽ ഇത്തവണ മികച്ച വിളവുണ്ടായിരുന്നു. ഒപ്പം ജാതിക്ക് മോശമല്ലാത്ത വില ലഭിച്ചിരുന്നതും കർഷകർക്ക് ഏറെ പ്രതീക്ഷ നൽകി. എന്നാൽ കലിതുള്ളി എത്തിയ കാലവർഷം ജാതി കർഷകരുടെ പ്രതീക്ഷയും കവർന്നെടുത്തു. ശക്തമായ കാറ്റിൽ മൂപ്പെത്താത്ത ജാതിക്കായ്കൾ പൂർണ്ണമായും നിലം പതിച്ചു. വിളവെടുപ്പിന് 2 മാസം മാത്രമാണ് അവശേഷിച്ചിരുന്നത്. 10,000ങ്ങളുടെ നഷ്ടമാണ് ജാതി കർഷകർക്ക് ഉണ്ടായത്. പൂവിരിഞ്ഞുണ്ടായ പിഞ്ചുകായും പൂവുകളും കാറ്റെടുത്തു. ഇതോടെ വരും കാല വിളവിനെയും ഇത് പ്രതികൂലമായി ബാധിക്കും. അടിയന്തര സർക്കാർ സഹായങ്ങൾ ഉണ്ടാകണമെന്ന ആവശ്യമാണ് കർഷകർ ഉന്നയിക്കുന്നത്. 2 മാസം കഴിയുമ്പോൾ വിളവെടുക്കാറായ ജാതിക്കായ ആ 2 മാസം കൂടെ കഴിഞ്ഞിരുന്നെങ്കിൽ ഈ ജാതിക്ക മുഴുവൻ പൂത്ത് പൊട്ടി പിന്നെ നമുക്കത് ഉണങ്ങി വിപണിയിൽ കൊണ്ടു കൊടുക്കാൻ പിന്നെ കായും പൂവും കൂടെ. ഏറ്റവും കുറഞ്ഞത് ഒരു 50,000 രൂപയുടെ നഷ്ടം എനിക്കുണ്ടായിട്ടുണ്ട്. കൃഷിഭവനിൽ നിന്ന് യാതൊരു സഹായവും നൽകുന്നില്ല. അവർ പറയുന്നത് ജാതി ഇൻഷുർ ചെയ്യണമെന്നാണ്. അത് കൃഷിക്കാരനെ സംബന്ധിച്ച് കൃഷിഭവനിൽ ചെന്ന് റിപ്പോർട്ട് കൃഷി ഓഫീസിൽ നമ്മൾ ചെന്ന് പരാതി കഴിയുമ്പോൾ അവർ നിസ്സാരമായി കൈമലത്തുക. കൃഷിക്കാരനുണ്ടായ നഷ്ടത്തിന് അർഹമായ പരിഗണന, അർഹമായ നഷ്ടപരിഹാരം തരാൻ ഗവൺമെന്റ് നടപടി സ്വീകരിക്കണം. അല്ലാത്ത പക്ഷം ജാതി കൃഷിക്ക് സ്പൈസസ് ബോർഡിൽ നിന്നും മറ്റൊരുവിധ ആനുകൂല്യങ്ങളും ലഭിക്കുന്നില്ലെന്നും കർഷകർ പറയുന്നു. ജാതിക്കായ ഉണക്കുന്നതിന് ഡ്രയറിന് സബ്സിഡി നൽകിയെങ്കിലും ഉണങ്ങാൻ കായില്ലാത്ത അവസ്ഥയാണ്. വിഷയത്തിൽ സംസ്ഥാന കൃഷിവകുപ്പ് അടിയന്തരമായി ഇടപെട്ട് ജാതി കർഷകരെ നിലനിർത്തുന്നതിന് ധനസഹായം വിതരണം നടത്തണമെന്നതാണ് കർഷകരുടെ ആവശ്യം. സിറ്റി വിഷൻ രാജാക്കാട്. നേരത്തെ എത്തിയ കാലവർഷ മഴയിൽ ഇടുക്കിയിലെ അണക്കെട്ടുകളും ജലസമൃദ്ധമായി. ഇടുക്കിയും മുല്ലപ്പെരിയാറും ഉൾപ്പെടെയുള്ള പ്രധാന അണക്കെട്ടുകളിലും ചെറുകിട അണക്കെട്ടുകളിലും മുൻ വർഷത്തിൽ ഇതേ സമയം ഉണ്ടായിരുന്നതിനേക്കാൾ ജലനിരപ്പാണ് നിലവിലുള്ളത്. മഴയ്ക്ക് ശമനമുണ്ടെങ്കിലും ഇപ്പോഴും ജലസംഭരണികളിലേക്ക് നീരൊഴുക്ക് ശക്തമായി തുടരുന്നുണ്ട്. ജലനിരപ്പ് 2344.80 അടിയാണ്. മെയ് 24-ന് കാലവർഷം എത്തിയപ്പോൾ 2329.88 അടിയായിരുന്നു. ആകെ സംഭരണശേഷിയുടെ 30% മാത്രം.
മുൻ വർഷത്തേക്കാൾ അണക്കെട്ടിൽ 3 അടി വെള്ളം കുറവായിരുന്നു. എന്നാൽ വേനൽ മഴയ്ക്ക് പിന്നാലെ കാലവർഷവും എത്തിയതോടെ ജലനിരപ്പ് വേഗത്തിൽ ഉയർന്നു. ഒരാഴ്ചയോളം പെയ്ത കനത്ത മഴയിൽ 15 അടിയോളം വെള്ളമാണ് ഇടുക്കി അണക്കെട്ടിൽ ഉയർന്നത്. നിലവിൽ സംഭരണശേഷിയുടെ 42% വെള്ളം ഇടുക്കി അണക്കെട്ടിലുണ്ട്. കഴിഞ്ഞ വർഷം ഇതേ സമയത്ത് ഉണ്ടായിരുന്നതിനേക്കാൾ 11 അടി കൂടുതലാണ് ജലനിരപ്പ്. കാലവർഷത്തിന്റെ ആദ്യ ദിനങ്ങളിൽ തന്നെ ജലസമൃദ്ധമായ കല്ലാറുകുട്ടി, പൊന്മുടി, ലോവർ പെരിയാർ, മലങ്കര അണക്കെട്ടുകളിൽ നിന്നും വെള്ളം പുറത്തേക്കൊഴുക്കേണ്ട സാഹചര്യവും ഉണ്ടായി. ഡൈവേർഷൻ ഡാമുകളായ ഇരട്ടയാറിലും കല്ലാറിലും വരെ ജലനിരപ്പ് പരമാവധി സംഭരണശേഷിയിലേക്ക് ഉയർന്നിരുന്നു. ഉത്പാദനം 10.32 ദശലക്ഷം യൂണിറ്റായി കൂട്ടിയിരുന്നു. ചെറുകിട അണക്കെട്ടുകളിലെ ജലനിരപ്പ് പരമാവധി സംഭരണശേഷിയോട് അടുത്തു നിൽക്കുന്നതിനാൽ അവിടങ്ങളിലെ വൈദ്യുതി ഉൽപാദനം വർദ്ധിപ്പിച്ച് മൂലമറ്റത്തെ ഉൽപാദന നിലവിൽ 7 ദശലക്ഷം യൂണിറ്റായി കുറച്ചിട്ടുണ്ട്. കാലവർഷത്തിന്റെ ആദ്യ ദിനങ്ങളിൽ ജില്ലയിൽ 505 മില്ലിമീറ്റർ മഴയാണ് പെയ്തത്. സാധാരണ പെയ്യാറുള്ളത് 37 മില്ലിമീറ്റർ മാത്രം. ശതമാനം കൂടുതൽ മഴ ഈ ദിവസങ്ങളിൽ ലഭിച്ചു. മുല്ലപ്പെരിയാറിലെ ജലനിരപ്പും ഒരാഴ്ച കൊണ്ട് 19 അടിയോളം ഉയർന്ന് 130 അടിയിലേക്ക് എത്തി. മുല്ലപ്പെരിയാറിൽ നിന്നും കാർഷിക ആവശ്യത്തിന് തമിഴ്നാട് വെള്ളവും കൊണ്ടുപോകുന്നുണ്ട്. സിറ്റി വിഷൻ, രാജാക്കാട്. മൂന്നാറിൽ തെരുവ് നായ ആക്രമണം രൂക്ഷമാകുമ്പോഴും പഞ്ചായത്ത് നടപടി സ്വീകരിക്കുന്നില്ലെന്ന് ആരോപിച്ച് AIYF പ്രതിഷേധവുമായി രംഗത്ത്. ദേവികുളം മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മൂന്നാർ പഞ്ചായത്ത് ഓഫീസിലേക്ക് ധർണ നടത്തി. CPI സംസ്ഥാന കൗൺസിൽ അംഗം MY ഔസേബ് ഉദ്ഘാടനം ചെയ്തു. കഴിഞ്ഞ 2 ആഴ്ചയ്ക്കിടെ 10ഓളം പേരാണ് മൂന്നാറിൽ തെരുവുനായ ആക്രമണത്തിൽ പരിക്കേറ്റ് ചികിത്സ തേടിയത്. മൂന്നാർ ടൗണിൽ വിനോദസഞ്ചാരികൾ ഏറിയെത്തുന്ന ടാക്സി സ്റ്റാൻഡിൽ കഴിഞ്ഞ ദിവസം സഞ്ചാരികളെ തെരുവുനായി ആക്രമിച്ചു. എസ്റ്റേറ്റ് മേഖലകളിൽ ജോലിക്ക് പോയ തൊഴിലാളികൾക്കും തെരുവുനായയുടെ കടിയേറ്റു. ഇതിനിടെ മൂന്നാറിൽ നാട്ടുകാരെ കടിച്ച തെരുവുനായ ചാവുകയും ചെയ്തു. ഇതോടെ നാട്ടുകാരും ആശങ്കയിലാണ്. സംഭവത്തിൽ നടപടി സ്വീകരിക്കേണ്ട മൂന്നാർ പഞ്ചായത്ത് ഒന്നും ചെയ്യാതെ വന്നതോടെയാണ് AIYF ദേവികുളം മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പഞ്ചായത്തിലേക്ക് പ്രതിഷേധ മാർച്ചും ധർണയും സംഘടിപ്പിച്ചത്. പ്രകടനമായി എത്തിയ പ്രവർത്തകരെ പോലീസ് കവാടത്തിൽ തടഞ്ഞു. തുടർന്ന് നടന്ന ധർണാ സമരം CPI സംസ്ഥാന കൗൺസിൽ അംഗം MY ഔസേപ്പ് ഉദ്ഘാടനം ചെയ്തു. ന്യായമായ മുറയിൽ പഞ്ചായത്ത് അധികാരികളും ഇതിന് നടപടിക്ക് എടുക്കാവിട്ടാൽ இந்த போராட்டம் நீடிச்சு கொண்டு போவதற்கு இங்கேயுள்ள அகில இந்திய இளைஞர் സംഘം തയ്യാറാക வேண்டும் എന്ന് കേട്ടുകൊണ്ട് ഈ പോരാട്ടത്തിലേക്ക്. പ്രശ്നത്തിൽ അടിയന്തര നടപടി സ്വീകരിച്ചില്ലെങ്കിൽ ടൗണിൽ അലഞ്ഞു തിരിയുന്ന തെരുവുനായ്ക്കളെ പഞ്ചായത്ത് ഓഫീസിലെത്തിച്ച് തുറന്നുവിടുമെന്ന് സമരത്തിൽ പങ്കെടുത്ത് സംസാരിച്ച CPI മണ്ഡലം കമ്മിറ്റി സെക്രട്ടറി അഡ്വക്കേറ്റ് ചന്ദ്രപാൽ പറഞ്ഞു. இந்த நாய்க்குள்ள சல்லியத்தை கட்டுப்படுத்துறதுக்கு இந்த பரணசமிதியும் இந்த பஞ்சாயத்து பிரசிடண்டும் இந்த தலைமையும் அதுக்கு நிறுத்தம் கொடுக்கலனா இனி இந்த நாய்களை இன்னைக்கு மழை நிலைமை விட்டுருக்குங்க. நான் அப்பயும் பசங்க சொன்னேன், நீ சந்தோஷம், நீ ஒரு 2 நாய் பிடிச்சு வா, இல்ல கார்த்தி ஒரு 2 நாய் பிடிச்சு சொன்னாங்க எடுத்து. இனி அடுத்த நாள் இந்த நாயை கட்டுப்படுத்திட்டு இந்த சல்லியத்தை கட்டுப்படுத்திட்டு இந்த நாய்களை தெருவுக்கு நாய்களை பிடிச்சு கொண்டு வந்து പഞ്ചായത്ത് സെക്രട്ടറി റൂമിലെയും പഞ്ചായത്ത് പ്രസിഡന്റ് റൂമിലെയും കെട്ടിവെപ്പും ചൊല്ലിക്കൊണ്ട് പരിപാടിയിൽ AIYF മണ്ഡലം പ്രസിഡന്റ് തമിഴരശൻ അധ്യക്ഷത വഹിച്ചു. മണ്ഡലം സെക്രട്ടറി A രാജ സ്വാഗതം ആശംസിച്ചു. നേതാക്കളായ SM കുമാർ, TM മുരുകൻ, T ഗണേശൻ, സന്തോഷ്, ഭവ്യ കണ്ണൻ, ശുഭ സന്തോഷ് തുടങ്ങിയവർ പങ്കെടുത്തു. സിറ്റി വിഷൻ, മൂന്നാർ. ലേലത്തിൽ പോയ വാഹനം മോഷ്ടിച്ചു കടത്തിയ സംഘം അറസ്റ്റിൽ. വാഹനത്തിന്റെ മുൻ ഉടമസ്ഥനും സുഹൃത്തുക്കളും ചേർന്നാണ് ഇടുക്കി നെടുങ്കണ്ടത്തിൽ നിന്ന് വാഹനം മോഷ്ടിച്ചത്. മുത്തൂറ്റ് ഫിനാൻസിൽ നിന്നും സ്വകാര്യ വ്യക്തി ലേലത്തിൽ പിടിച്ച മഹേന്ദ്ര താർ വാഹനമാണ്. വാഹനത്തിന്റെ മുൻ RC ഓണറും കൊല്ലം സ്വദേശിയായ ജോയി ജോമോൻ, എറണാകുളം സ്വദേശികളായ ഉമർ ഉൾ ഫാറൂഖ്, അഭിജിത്ത്, രാഹുൽ, മുഹമ്മദ് ബാസിദ് എന്നിവരാണ് അറസ്റ്റിലായത്. മുത്തൂറ്റ് ഫിനാൻസിൽ 1-ാം പ്രതി സറണ്ടർ ചെയ്ത വാഹനം പിന്നീട് മറ്റൊരു വ്യക്തി ലേലത്തിൽ പിടിച്ചു. പേര് മാറ്റുന്ന നടപടികൾ പുരോഗമിക്കുന്നതിനിടെ വാഹനത്തിൽ ഘടിപ്പിച്ചിരുന്ന GPS-ന്റെ സഹായത്തോടെ വാഹനം നെടുങ്കണ്ടത്തുണ്ടെന്ന് മനസ്സിലാക്കുകയും 1-ാം പ്രതിയായ മുൻ RC ഓണർ സുഹൃത്തുക്കളുടെ സഹായത്തോടെ കടത്തിക്കൊണ്ടുപോവുകയുമായിരുന്നു. ഈരാറ്റുപേട്ട സ്വദേശിയുടെ പരാതിയെ തുടർന്ന് നടത്തിയ അന്വേഷണത്തിലാണ് പ്രതികളെ പിടികൂടുകയും വാഹനം കണ്ടെത്തുകയും ചെയ്തത്. നെടുങ്കണ്ടം കോടതിയിൽ ഹാജരാക്കിയ പ്രതികളെ റിമാൻഡ് ചെയ്തു. സിറ്റി വിഷൻ, നെടുങ്കണ്ടം.
സ്കൂട്ടറിൽ കടത്തിക്കൊണ്ടുവന്ന കഞ്ചാവുമായി ഒരാളെ ഇടുക്കി എക്സൈസ് സ്പെഷ്യൽ സ്ക്വാഡ് പിടികൂടി. കഞ്ഞിക്കുഴി നാലുകമ്പി സ്വദേശി തോപ്പിൽ സത്യനേശനെയാണ് കഞ്ചാവുമായി പിടികൂടിയത്. സ്കൂട്ടറിൽ ഒളിപ്പിച്ച നിലയിൽ 1 കിലോ 442 ഗ്രാം കഞ്ചാവും കണ്ടെത്തി. വിൽപ്പനയ്ക്കായി കഞ്ചാവ് കടത്തിക്കൊണ്ടുവരുന്നുണ്ടെന്ന രഹസ്യവിവരത്തിന്റെ അടിസ്ഥാനത്തിൽ സ്പെഷ്യൽ സ്ക്വാഡ് സർക്കിൾ ഇൻസ്പെക്ടർ രഞ്ജിത് കുമാറിന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് കഞ്ചാവ് സഹിതം പ്രതിയെ പിടികൂടിയത്. കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു. വന്യജീവി ആക്രമണത്തിൽ വനം വകുപ്പിനെതിരെ പ്രതിഷേധം ശക്തമാകുന്നു. ഉപ്പുതറ പഞ്ചായത്തിലെ മുത്തമ്പടി, പാലക്കാവ്, കാക്കത്തോട്, കിഴുകാനം മേഖലകളിൽ വർദ്ധിച്ചുവരുന്ന കാട്ടാന ശല്യത്തിന് ശാശ്വത പരിഹാരം കാണണമെന്നാവശ്യപ്പെട്ടാണ് നാട്ടുകാരും പൊതുപ്രവർത്തകരും പ്രതിഷേധത്തിന് തയ്യാറെടുക്കുന്നത്. കഴിഞ്ഞ 3 മാസമായി ലക്ഷക്കണക്കിന് രൂപയുടെ കൃഷിനാശമാണ് വന്യമൃഗശല്യത്തിൽ കർഷകർക്കുണ്ടായിരിക്കുന്നത്. നഷ്ടപരിഹാരമായി 1 രൂപ പോലും നൽകാൻ വനംവകുപ്പ് തയ്യാറായില്ല. ഇതിനെതിരെയാണ് ഇപ്പോൾ ജനരോഷം ഉയരുന്നത്. ഈ 2 ആഴ്ചയ്ക്കുള്ളിൽ മുത്തമ്പടി, പാലക്കാവ് പ്രദേശങ്ങളിൽ 20ഓളം കുടുംബങ്ങൾ താമസിക്കുന്ന സ്ഥലങ്ങളിൽ ആനകൾ വരികയുണ്ടായി. അവർക്ക് ലക്ഷക്കണക്കിന് രൂപയുടെ കൃഷിനാശമാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. നിലവിൽ 8 കിലോമീറ്റർ ഹാങ്ങിങ് ഫെൻസിങ് ചെയ്യുവാൻ വേണ്ടി പോലീസ് സർവീസ് സൊസൈറ്റിയുടെ നേതൃത്വത്തിൽ ടെൻഡർ എടുത്തിട്ടുള്ളതാണ്. ഈ ടെൻഡർ 2.5 വർഷക്കാലമായി പേപ്പർ വർക്കിൽ മാത്രം ഒതുങ്ങി പോവുകയാണ്. ഹാങ്ങിങ് ഫെൻസിംഗ് സംവിധാനം ഉടൻ പ്രവർത്തനക്ഷമമാക്കുമെന്ന് പറയാൻ തുടങ്ങിയിട്ട് 2.5 വർഷമായെങ്കിലും മുത്തമ്പടി പ്രദേശത്ത് അടിക്കാട് വെട്ടി തൂണുകൾ ഒരടി പോലും താഴ്ചയില്ലാതെ കോൺക്രീറ്റ് ചെയ്താണ് കരാറുകാരൻ ആകെ ചെയ്തിരിക്കുന്നത്. ഈ വന്യമൃഗങ്ങളുടെ നിരന്തരമായിട്ടുള്ള മനുഷ്യ വാസസ്ഥലത്തേക്കുള്ള ഇറങ്ങിയിട്ടുള്ള ആക്രമണം, അത് തടയുന്നതിന് വേണ്ടിയിട്ട് നിരന്തരമായി പുരോഗമന പ്രസ്ഥാനം അടക്കമുള്ള ആളുകളെ സംഘടിപ്പിച്ചു കൊണ്ടുപോയി ഫോറസ്റ്റ് ഓഫീസ് ഉപരോധിക്കുകയും അന്ന് തന്ന ഉറപ്പുകൾ പാലിക്കാതെ വരികയും ഫെൻസിങ് അന്ന് അടിക്കാമെന്ന് പറഞ്ഞ് ഇവിടെ നിങ്ങൾ നോക്കൂ, 2 കാല് ഇവിടെ കുഴിച്ചിട്ടിട്ടുണ്ട് ഇത്രയും നീളത്തിൽ. അത് ഫെൻസിങ് ആണോ? അതുകൊണ്ടാണ് വന്യജീവികൾ ഈ ജനവാസ മേഖലയിലേക്ക് ഇറങ്ങി വരുന്നത്. ശാശ്വത പരിഹാരം ഉടൻ കണ്ടെത്തിയില്ലെങ്കിൽ ശക്തമായ സമരം നടത്തുമെന്ന നേതാക്കളും നാട്ടുകാരും മുന്നറിയിപ്പ് നൽകി. സിറ്റി വിഷൻ, ഉപ്പുതറ. ഇടവേള. മൂടിവെക്കപ്പെട്ട സത്യങ്ങൾ, നീതി തേടുന്ന ജനങ്ങൾ, കണ്ടിട്ടും കാണാത്ത അധികൃതർ, തുറന്നു കാട്ടുകയാണ് സിറ്റി വിഷൻ. ഇനിയും പുറത്തു വരാത്ത നേരിന്റെ വലിയ കഥകൾ തേടിയൊരു യാത്ര. ദ ബിഗ് സ്റ്റോൺ. കുടിയേറ്റ നാടായ രാജാക്കാട്ടിലേക്ക് എത്തുന്ന വിനോദസഞ്ചാരികൾക്കടക്കം വിശ്രമിക്കുന്നതിനും തങ്ങുന്നതിനും രാജകീയമായ ഒരിടം. സ്കൈലൈൻ ഇൻ മിനി ആശുപത്രിക്ക് സമീപം രാജാക്കാട്. 3 നിലകളിലായി എല്ലാവിധ സൗകര്യങ്ങളോട് കൂടിയ വിശാലമായ മുറികൾ. AC, നോൺ AC മുറികൾ ഇഷ്ടാനുസരണം തിരഞ്ഞെടുക്കാം. ആധുനിക രീതിയിലുള്ള കിടക്കകൾ, വിനോദത്തിനായി LED ടിവികൾ, ഷെൽഫും മറ്റ് സൗകര്യങ്ങളും. പ്രകൃതി മനോഹാരിതയുടെ മടിത്തട്ടായ മണ്ണിൽ സുരക്ഷിതവും ആസ്വാദ്യകരവുമായി വിശ്രമിക്കുവാനും തങ്ങാനും ഇനി മറ്റൊരിടം തേടേണ്ട. സ്കൈലൈൻ ഉണ്ട് 24 മണിക്കൂറും നിങ്ങൾക്കായി രാജാക്കാട്ടിൽ. 38 വർഷത്തെ സേവന പാരമ്പര്യവുമായി പാരഡൈസ് ഫാമിലി സലൂൺ രാജാക്കാട് പ്രവർത്തനം ആരംഭിച്ചു. പ്രശസ്ത ടെലിവിഷൻ താരം ലക്ഷ്മി നക്ഷത്ര ഉദ്ഘാടനം നിർവഹിച്ചു. ആധുനിക സൗകര്യങ്ങളോട് കൂടിയ ഹെയർ കട്ടിംഗ്, കളറിംഗ്, കരാറ്റിക്, നാനോ പ്ലാസ്റ്റിക്, ഫാഷൻ കട്ടുകൾ, സ്കിൻ ട്രീറ്റ്മെന്റുകൾ, ഏറ്റവും പുതിയ ലേസർ ട്രീറ്റ്മെന്റുകൾ, കാർബൺ ഫേഷ്യൽ തെറാപ്പികൾ, ബ്രൈഡൽ മേക്കപ്പ്, നെയിൽ ആർട്ട്, മൈക്രോബ്ലേഡിംഗ്, ഐലാഷ് ലിഫ്റ്റിംഗ് തുടങ്ങിയ പ്രീമിയം സർവീസുകൾ കുറഞ്ഞ നിരക്കിൽ രാജാക്കാടിന് ലഭ്യമാക്കുകയാണ് ലക്ഷ്യം. രാജാക്കാട് കാനറ ബാങ്കിന് സമീപം ചെമ്പക്കര ബിൽഡിംഗിലാണ് പാരഡൈസ് ഫാമിലി സലൂൺ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നത്. ഫോർ മോർ ഡീറ്റെയിൽസ് കോൺടാക്ട് നൗ. അന്ന് അവളുടെ മുഖത്ത് കണ്ട ചിരി അതൊരു വിശ്വാസത്തിന്റെ പാരമ്പര്യമാണ്. നിങ്ങളുടെ സ്നേഹം പോൽ പരിശുദ്ധമായ സ്വർണം വിശ്വസ്തയോടെ ആലുങ്കൽ ജ്വല്ലറി, NH റോഡ്, അടിമാലി. ഞങ്ങൾ നഗരമധ്യത്തിലല്ല, ജനമധ്യത്തിലാണ്. 62.5% നാച്ചുറൽ പ്രോട്ടീനും അനിമൽ പ്രോട്ടീനും തേനുമടങ്ങിയ കരാബിയോൺ ചെറുതും വലുതുമായ അമിനോ ആസിഡ് പെപ്റ്റൈഡ് ചെയിനുകളുടെ സമ്മിശ്ര ശേഖരമാണ്. ചെടികളെയും വിളകളെയും രോഗകീടങ്ങളിൽ നിന്നും സമ്മർദ്ദത്തിൽ നിന്നും സംരക്ഷിച്ച് പ്രകൃതിദത്ത മെറ്റബോളിസത്തെ വർദ്ധിപ്പിക്കുന്നു. ആരോഗ്യകരമായ വളർച്ചയെ സഹായിക്കുന്ന കരാബിയോൺ ഉള്ളപ്പോൾ പിന്നെന്തിനാണ് അമിത മരുന്നും വളപ്രയോഗവും? കർഷകരുടെ വിശ്വാസമാർജിച്ച ഒരു വൈറ്റ് ഫീൽഡ് ഇന്റർനാഷണൽ ഉൽപ്പന്നം. വീണ്ടും വാർത്തകളിലേക്ക്.
കട്ടപ്പന പുതിയ ബസ് സ്റ്റാൻഡിലെ അനധികൃത പാർക്കിങ്ങിന് തടയിടാൻ സ്റ്റേഷൻ ഹൌസ് ഓഫീസർക്ക് നഗരസഭ കത്ത് നൽകി. പുതിയ ബസ് സ്റ്റാൻഡിൽ KSRTC ഉൾപ്പെടെയുള്ള ബസ്സുകളാണ് സർവീസിന് മണിക്കൂറുകൾക്ക് മുൻപേ പാർക്ക് ചെയ്യുന്നത്. ഇതിനോടൊപ്പം സ്വകാര്യ വാഹനങ്ങളും പാർക്ക് ചെയ്യുന്നു. ഇത് ഗതാഗത തടസ്സത്തിനും നിരവധി അപകടങ്ങൾക്കുമാണ് കാരണമാകുന്നത്. കട്ടപ്പന നഗരസഭയുടെ ഉടമസ്ഥതയിലുള്ള പുതിയ ബസ് സ്റ്റാൻഡിലാണ് അനധികൃത പാർക്കിംഗ് തകൃതിയായി നടക്കുന്നത്. സർവീസിന് 30 മിനിറ്റ് മുമ്പ് മാത്രമേ ബസ്സുകൾ സ്റ്റാൻഡ് കോമ്പൗണ്ടിൽ പ്രവേശിക്കാവുള്ളൂ എന്നാണ് നിയമം. എന്നാൽ ഓട്ടം കഴിഞ്ഞ വാഹനങ്ങൾ ഉൾപ്പെടെ സ്റ്റാൻഡിൽ പല ഭാഗത്തും നിർത്തിയിടുന്നതാണ് പതിവ്. ഇതിൽ സ്വകാര്യ ബസ്സുകളും KSRTCയും ഉൾപ്പെടുന്നു. അവയോടൊപ്പം സ്വകാര്യ വാഹനങ്ങളും ഇവിടെ പാർക്ക് ചെയ്യുന്നതോടെ ഗതാഗത തടസ്സവും അപകടങ്ങളും ഉണ്ടാകുന്നത് പതിവാണ്. അതോടൊപ്പം കാൽനട യാത്രക്കാർക്കും ബുദ്ധിമുട്ട് നേരിടുന്നു. ഈ സാഹചര്യത്തിലാണ് നടപടിയുമായി നഗരസഭ രംഗത്തെത്തിയത്. സർവീസ് ആരംഭിക്കുന്നതിന് 30 മിനിറ്റ് മുൻപ് മാത്രമേ ബസ്സുകൾ സ്റ്റാൻഡിൽ പ്രവേശിക്കാൻ പാടുള്ളൂ എന്നുള്ള നിയമം കർശനമായി നടപ്പാക്കുന്നതിനും ബസ് സ്റ്റാൻഡിന്റെ വിവിധ ഭാഗങ്ങളിൽ സർവീസ് കഴിഞ്ഞു വരുന്ന ബസ്സുകൾ അനധികൃതമായി പാർക്ക് ചെയ്യുന്നതും ബസ് സ്റ്റാൻഡിന് ഉള്ളിൽ കിടന്ന് ബസ്സുകളുടെ അറ്റകുറ്റപ്പണികൾ നടത്തുന്നതും നിയന്ത്രിക്കണമെന്നും ആവശ്യപ്പെട്ടുകൊണ്ട് നഗരസഭ സ്റ്റേഷൻ ഹൌസ് ഓഫീസർക്ക് കമ്മിറ്റി തീരുമാനമനുസരിച്ച് കത്ത് നൽകിയിട്ടുണ്ട്. അനധികൃതമായി ബസ്സുകൾ പാർക്ക് ചെയ്യുന്നതിനൊപ്പം ബസ് സ്റ്റാൻഡിനുള്ളിൽ വാഹനങ്ങൾ റിപ്പയർ ചെയ്യുന്നതിനും നിയന്ത്രണം ഏർപ്പെടുത്തും. നഗരസഭാ കൌൺസിൽ തീരുമാനമനുസരിച്ചാണ് സ്റ്റേഷൻ ഹൌസ് ഓഫീസർക്ക് കത്തു നൽകിയത്. സിറ്റി വിഷൻ, കട്ടപ്പന. രാജക്കാട് NRCT SNV ഹയർ സെക്കൻഡറി സ്കൂളിൽ ഇത്തവണ പുതിയ അധ്യയന വർഷത്തിൽ സ്കൂളിലേക്ക് എത്തിയ വിദ്യാർത്ഥികളെ സ്വീകരിച്ചത് ഏറെ വ്യത്യസ്തതയോടെയാണ്. കുട്ടികളുടെ പ്രിയപ്പെട്ട കാർട്ടൂൺ കഥാപാത്രങ്ങളും ഒപ്പം കേരളത്തിന്റെ തനത് കലാരൂപങ്ങളും ഒരുക്കിയിരുന്നു. വിപുലമായി സംഘടിപ്പിച്ച പരിപാടി ഉടുമ്പൻചോല MLA MM മണി ഉദ്ഘാടനം ചെയ്തു. ആദ്യമായി വിദ്യാലയത്തിലേക്ക് എത്തുന്ന പരിഭവങ്ങളൊന്നും NRCT സ്കൂളിലേക്ക് എത്തിയ വിദ്യാർത്ഥികളുടെ മുഖത്തുണ്ടായിരുന്നില്ല. പകരം കാഴ്ചയുടെ കൗതുകമായിരുന്നു. കയ്യിൽ പിടിച്ചും ചിരിപ്പിച്ചും കാർട്ടൂൺ കഥാപാത്രങ്ങൾ, ഒപ്പം ചെണ്ടമേളവും കാവടിയും ഒക്കെയായി ഒരു ഉത്സവ അന്തരീക്ഷം. കൊഴുപ്പേകാൻ കഥകളിയും മറ്റ് കേരളത്തിന്റെ തനത് കലാരൂപങ്ങളും. അക്ഷരാർത്ഥത്തിൽ കുരുന്നുകളുടെ പ്രവേശനം ഒരു ഉത്സവമായി മാറി. വിപുലമായി സംഘടിപ്പിച്ച പരിപാടിയുടെ ഉദ്ഘാടനം ഉടുമ്പൻചോല MLA MM മണി നിർവഹിച്ചു. ഇടുക്കി ജില്ലയിലെ ഞാൻ സ്കൂൾ മാനേജർ K. ജെയിൻ അധ്യക്ഷത വഹിച്ച പരിപാടിയിൽ പ്രിൻസിപ്പാൾ OS റജി സ്വാഗതം ആശംസിച്ചു. SNDP യൂണിയൻ പ്രസിഡന്റ് MP ശ്രീകുമാർ പ്രവേശനോത്സവ സന്ദേശം നൽകി. രാജാക്കാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് നിഷ രതീഷ മുഖ്യപ്രഭാഷണം നടത്തി. ചടങ്ങിൽ SSLC +2 പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെ ബ്ലോക്ക് പഞ്ചായത്ത് അംഗം കിങ്ങിണി രാജേന്ദ്രൻ ആദരിച്ചു. ത്രിതല പഞ്ചായത്ത് ജനപ്രതിനിധികൾ, SNDP ശാഖാ ഭാരവാഹികൾ, PTA, MPTA ഭാരവാഹികൾ, പൊതുപ്രവർത്തകർ തുടങ്ങിയവർ പങ്കെടുത്തു. പ്രധാന അധ്യാപകൻ KR ശ്രീനി നന്ദി രേഖപ്പെടുത്തി. സിറ്റി വിഷൻ, രാജാക്കാട്. രാജക്കാട് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ പ്രവേശനോത്സവം സംഘടിപ്പിച്ചു. ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഉഷാകുമാരി മോഹൻകുമാർ ഉദ്ഘാടനം ചെയ്തു. ജില്ലയിലെ ആദ്യകാല സർക്കാർ സ്കൂളുകളിലൊന്നായ രാജാക്കാട് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ ഇത്തവണയും വിപുലമായ രീതിയിലാണ് പ്രവേശനോത്സവം സംഘടിപ്പിച്ചത്. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് നിഷ രതീഷ് അധ്യക്ഷത വഹിച്ച പരിപാടി ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഉഷാകുമാരി മോഹൻകുമാർ ഉദ്ഘാടനം ചെയ്തു. അതിലുപരി കുട്ടികൾക്ക് ഇന്ന് സ്കൂൾ പ്രവേശനോത്സവം നടക്കുന്ന അന്ന് തന്നെ നമ്മുടെ ഉച്ചകഞ്ഞിയുടെ വിതരണവും ആരംഭിക്കുകയാണ്. അങ്ങനെ
അതിന്റെ എല്ലാ അർത്ഥത്തിലും യാതൊരു വിധത്തിലുള്ള പോരായ്മകളും ഉണ്ടാകാതെ ഒരു സ്കൂൾ വർഷത്തെ നമ്മൾ മുന്നോട്ട് കൊണ്ടുപോവുകയാണ്. വളരെ അമ്പരപ്പോടെ കൗതുകത്തോടെ ഈ വലിയ സ്കൂളിന്റെ മുറ്റം കണ്ട് SSLC +2 പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെ ഉപഹാരങ്ങൾ നൽകി ആദരിച്ചു. പ്രധാന അധ്യാപിക ടി രേഖാറാണി സ്വാഗതം ആശംസിച്ചു. ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് KT കുഞ്ഞ, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം കിങ്ങിണി രാജേന്ദ്രൻ, പഞ്ചായത്ത് അംഗം വീണ അനൂപ, NR സുഭാഷ്, റോയി പാലക്കാട്ട്, ഷിജി ജെയിംസ്, പ്രിൻസിപ്പാൾ U പ്രിയ എന്നിവർ പങ്കെടുത്ത് സംസാരിച്ചു. നിരവധി രക്ഷിതാക്കളും പരിപാടിയിൽ പങ്കെടുത്തു. സിറ്റി വിഷൻ, രാജാക്കാട്. അംഗൻവാടികളിലേക്കും പ്രവേശനോത്സവം സംഘടിപ്പിച്ചു. ഇത്തവണ കുട്ടികൾ എത്തുന്നതിന് മുമ്പ് തന്നെ അംഗൻവാടികളും സ്മാർട്ടായി. NR സിറ്റി അംഗൻവാടിയിൽ നടന്ന പ്രവേശനോത്സവം ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഉഷാകുമാരി മോഹൻകുമാർ ഉദ്ഘാടനം ചെയ്തു. അറിവിന്റെ ലോകത്തിലേക്ക് ആദ്യ ചുവടുവയ്പ് നടത്താനെത്തുന്ന കുരുന്നുകളെ സ്വീകരിക്കുന്നതിനും ഇത്തവണ അംഗൻവാടികളിൽ വിപുലമായ ഒരുക്കങ്ങളാണ് നടത്തിയിരുന്നത്. കളിച്ചും ചിരിച്ചും പഠിക്കുന്നതിനായി നിരവധി വിനോദ ഉപാധികൾ. ചുവരുകളിൽ കുട്ടികളുടെ പ്രിയപ്പെട്ട കൂട്ടുകാർ ചിത്രങ്ങളായി ഇടം പിടിച്ചിട്ടുണ്ട്. NR സിറ്റി അംഗൻവാടിയിൽ നടന്ന പ്രവേശനോത്സവം ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഉഷാകുമാരി മോഹൻകുമാർ ഉദ്ഘാടനം ചെയ്തു. സ്മാർട്ട് അംഗൻവാടികളാണ് ഇപ്പോൾ നമ്മുടെ കേരളത്തിൽ പ്രവർത്തിക്കുന്ന എല്ലാ അംഗൻവാടികളും. കുഞ്ഞുങ്ങളെ കളിയിലൂടെയും ചിരിയിലൂടെയും അറിവിന്റെ ലോകത്തേക്ക് കൊണ്ടുവരിക, അവരറിയാതെ കൊണ്ടുവരിക എന്നുള്ള ഒരു ലക്ഷ്യമാണ് ഇവിടെ നമ്മൾ സാക്ഷാത്കരിക്കുന്നത്. അതിനാവശ്യമായിട്ടുള്ള നിരവധിയായിട്ടുള്ള ജീവനക്കാരെ നമ്മൾ ഇതിന്റെ ഭാഗമാക്കിയിട്ടുണ്ട്. പുതിയതായി അംഗൻവാടിയിലേക്ക് എത്തിയ വിദ്യാർത്ഥികളെ മിഠായിയും പൂക്കളും പഠനോപകരണങ്ങളും നൽകിയാണ് സ്വീകരിച്ചത്. പരിപാടിയിൽ വെച്ച് അംഗൻവാടിയിലെ പൂർവ്വ വിദ്യാർത്ഥികളായവരെയും SSLC +2 പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയവരെയും ഉപഹാരങ്ങൾ നൽകി ആദരിച്ചു. വാർഡ് മെമ്പർ CR രാജു അധ്യക്ഷത വഹിച്ച യോഗത്തിൽ ICDS സൂപ്പർവൈസർ, ആരോഗ്യവകുപ്പ് ജീവനക്കാർ, അംഗൻവാടി ജീവനക്കാർ, നിരവധി രക്ഷിതാക്കൾ എന്നിവരും പങ്കെടുത്തു. സിറ്റി വിഷൻ, രാജാക്കാട്. വൈസ്മെൻ ഇന്റർനാഷണൽ സോൺ 3 LRDയുടെ ഇൻസ്റ്റാളേഷൻ ചടങ്ങ് അടിമാലിയിൽ നടന്നു. വൈസ്മെൻ ഇന്റർനാഷണൽ ഇന്ത്യ ഏരിയ പ്രസിഡന്റ് AS രാധാകൃഷ്ണൻ ചടങ്ങിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. സോൺ 3 LRD പ്രോജക്റ്റായ പാർപ്പിടം പദ്ധതിയുടെ ആദ്യപടിയെന്ന നിലയിലുള്ള പ്രഥമ വീടിന്റെ താക്കോൽ ദാനവും നടന്നു. താക്കോൽ ദാന കർമ്മം ഇടുക്കി MP അഡ്വക്കേറ്റ് ഡീൻ കുര്യാക്കോസ് നിർവഹിച്ചു. ക്ലബ് ഓഡിറ്റോറിയത്തിലായിരുന്നു വൈസ്മെൻ ഇന്റർനാഷണൽ സോൺ 3 LRDയുടെ ഇൻസ്റ്റാളേഷൻ ചടങ്ങ് ഒരുക്കിയിരുന്നത്. പ്രമുഖ സേവന പദ്ധതി ആരംഭവും പുരസ്കാര രാത്രിയും സാംസ്കാരിക ആഘോഷങ്ങളും ഇതിന്റെ ഭാഗമായി നടന്നു. LRD വൈസ്മെൻ ഇന്റർനാഷണൽ ഇന്ത്യ ഏരിയ പ്രസിഡന്റ് AS രാധാകൃഷ്ണൻ ചടങ്ങിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. സോൺ 3 LRD പ്രോജക്റ്റായ പാർപ്പിടം പദ്ധതിയുടെ ചടങ്ങിന്റെ ഭാഗമായി നടന്നു. ഡീൻ കുര്യാക്കോസ് നിർവഹിച്ചു. വളരെ നമുക്ക് സന്തോഷമുള്ള ഒരു കൂട്ടായ്മയാണ്. എല്ലാവിധ ആശംസകളും ഞാൻ ഈ അവസരത്തിൽ നേരുന്നു. ഇവിടെ എന്നിൽ അർപ്പിതമായ കർത്തവ്യം പുതിയ ഒരു പദ്ധതിയുടെ അല്ലെങ്കിൽ പാർപ്പിട പദ്ധതിയുടെ ഒരു സമർപ്പണമാണ്. തീർച്ചയായും അത് സൂചിപ്പിക്കുന്നത് വൈസ്മെൻ ഇന്റർനാഷണലുമായി ബന്ധപ്പെട്ട് നടത്തിവരുന്ന LRD ആഗ്നസ് മാണി അധ്യക്ഷത വഹിച്ചു. അവാർഡ് നൈറ്റിന്റെ ഉദ്ഘാടനം റീജിയണൽ ഡയറക്ടർ സാജു M കറുവത്തേടം നിർവഹിച്ചു. മേജർ പ്രോജക്റ്റായ ഡയബറ്റിക് കെയറിന്റെ ഉദ്ഘാടനം ഇന്റർനാഷണൽ കൗൺസിൽ മെമ്പർ മാത്യു എബ്രഹാം നിർവഹിച്ചു. ഇൻസ്റ്റാളേഷൻ ചടങ്ങുകൾക്ക് നിയുക്ത റീജിയണൽ ഡയറക്ടർ PJ കുര്യാച്ചൻ നേതൃത്വം നൽകി. ലിങ്ക്സ് പ്രോജക്ട് ഉദ്ഘാടനം റീജിയണൽ ട്രഷറർ ഡാനിയൽ C ജോണും നിർവഹിച്ചു. ബുള്ളറ്റിൻ പ്രകാശനം റീജിയണൽ ബുള്ളറ്റിൻ എഡിറ്റർ ലൈജു ഫിലിപ്പും പാർപ്പിടം പദ്ധതിക്ക് വീട് നിർമ്മിക്കുന്നതിന് സൗജന്യമായി ഭൂമി നൽകിയ പൂപ്പത്ത് കുടുംബത്തിനുള്ള ആദരവ് റീജിയണൽ ക്യാബിനറ്റ് സെക്രട്ടറി ജോർജ് എടപ്പാറയും നിർവഹിച്ചു. പുതിയ LRD ഇലക്ടറായി
പ്രൊഫസർ ജേക്കബ് എബ്രഹാമിനെ തെരഞ്ഞെടുത്തു. ഇന്ത്യ ഏരിയ ഭാരവാഹികളായ സുനിൽ ജോൺ, ബിനോയ് പൗലോസ്, ഡോക്ടർ ബിജു മാന്തറയ്ക്കൽ, സിന്ധു തോമസ്, വർഗീസ് പീറ്റർ കാക്കനാട, ഡിസ്ട്രിക്ട് ഗവർണർ മിൽസൺ ജോർജ, എൽദോ പി ഏലിയാസ്, ബേസിൽ പി വർഗീസ് തുടങ്ങിയവർ സംസാരിച്ചു. സിറ്റി വിഷൻ, അടിമാലി. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. താൻ ഗ്രൂപ്പിന്റെ ആളല്ലെന്നും തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഗ്രൂപ്പ് അടിസ്ഥാനത്തിലുള്ള വീതം വെയ്പ് ഉണ്ടാകില്ലെന്നും DCC പ്രസിഡന്റ് CP മാത്യു. ജയിക്കാൻ സാധ്യതയുള്ള സ്ഥാനാർത്ഥികൾക്ക് മാത്രം സീറ്റെന്നും CP മാത്യു. അടിമാലി സ്കൂളിലെ ഉദ്യോഗസ്ഥ വിദ്യാർത്ഥികളെ അധിക്ഷേപിച്ചെന്ന ആരോപണം. പ്രതിഷേധത്തിനൊരുങ്ങി യൂത്ത് കോൺഗ്രസ്. ഉദ്യോഗസ്ഥയ്ക്കെതിരെ നടപടി വേണമെന്ന ആവശ്യം. വിശദീകരണം തേടി DDE. കാലവർഷത്തിൽ ഏലവും വാഴയും മാത്രമല്ല ജാതി കർഷകർക്കും കനത്ത നാശം. വിളവെടുക്കാൻ 2 മാസം മാത്രം ബാക്കി നിൽക്കെ ശക്തമായ കാറ്റിൽ ജാതിക്കായ്ക്കളും പൂവുകളും വീണ് നശിച്ചു. ലേലത്തിൽ പോയ വാഹനം മോഷ്ടിച്ചു കടത്തിയ സംഘം അറസ്റ്റിൽ. വാഹനത്തിന്റെ മുൻ ഉടമസ്ഥനും സുഹൃത്തുക്കളും ചേർന്നാണ് ഇടുക്കി നെടുങ്കണ്ടത്തു നിന്നും വാഹനം മോഷ്ടിച്ചു കടത്തിയത്. പ്രതികൾ റിമാൻഡിൽ. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം. അവധിക്കാലം ആഘോഷിക്കാം. സീമാസിൽ ഷോപ്പ് ചെയ്യാം. വെസ്റ്റേൺ ടോപ്പ്, ക്രോപ്പ് ടോപ്പ്, ഹുഡീസ്, ഓവർകോട്ട്, ടോപ്സ്, അനാർക്കലീസ്, ജീൻസും ടോപ്പും സ്യൂട്ടും ട്രാക്ക് സ്യൂട്ടും 3/4 കട്ടപ്പന സീമാസിൽ വിലക്കുറവിൻ ആഘോഷം. അവധിക്കാലം കൊതിതീരും വരെ ഷോപ്പ് ചെയ്യാലോ. ലോകോത്തര ബ്രാൻഡുകൾ, പുതുപുത്തൻ കളക്ഷൻസ്. കട്ടപ്പന സീമാസിൽ ഉത്സവമേളം. ഇനി നാട്ടിലെത്തിയാൽ ഷോപ്പിംഗ് ഈസിയാ. സീമ സിൽക്സ്, പുളിയൻമല റോഡ്, കട്ടപ്പന. വിളകളുടെ കരുത്തുറ്റ വളർച്ചയ്ക്കും മണ്ണിലെ ജൈവഘടന നിലനിർത്തുന്നതിനും അഴുകൽ, തട്ടമറിച്ചിൽ ഇവയെ പ്രതിരോധിക്കുന്നതിനും സഹായിക്കുന്നു. നിർമ്മാതാക്കൾ ശ്രീലക്ഷ്മി എന്റർപ്രൈസസ്, ആമയാർ. KG's Jewelry, കോട്ടയം കട. സിൻസ് 1950. പരിശുദ്ധ സ്വർണം വിശ്വസ്ത കരങ്ങളിലൂടെ. ആ ഷോപ്സ് കട്ടപ്പന, ചെറുതോണി, അടിമാലി, നെടുങ്കണ്ടം, രാജാക്ക. സഹകാർ മെഡിക്കൽസ് ആൻഡ് സർജിക്കൽസ്, SNDP ഷോപ്പിംഗ് കോംപ്ലക്സ്, DCDL മൾട്ടി സ്പെഷ്യാലിറ്റി ലബോറട്ടറിക്ക് സമീപം, പഞ്ചായത്ത് റോഡ്, രാജാക്കാട്. ഡോക്ടേഴ്സ് ക്ലിനിക്കൽ ആൻഡ് ഡയഗ്നോസ്റ്റിക് ലബോറട്ടറി, രാജാക്കാട്. ഏറ്റവും കുറഞ്ഞ വിലയിൽ എല്ലാ മെറ്റീരിയൽസും ഉത്തരവാദിത്തത്തോടുകൂടി സൈറ്റിലെത്തിച്ചു നൽകും. കരുത്തു പകരുന്നു തലമുറകളോളം. NK ട്രേഡിംഗ് കമ്പനി, ഇരട്ടയാർ. ഹാപ്പി ബർത്ത്ഡേ പപ്പ. ഇത് എന്നതായി കൊച്ചേ? ഇത് പപ്പയുടെ തലവരെ മാറ്റുന്നൊരു ഗിഫ്റ്റാ. ഇതോടെ എല്ലാ പ്രശ്നവും മാറും. ഇവൻ കനിയാതെ നമ്മുടെ പ്രശ്നം തീരില്ല മോളെ. പപ്പ ഇത് ആദ്യം ഒന്ന് തുറന്നു നോക്ക്. പപ്പ ഇത് ഉപയോഗിച്ച് നോക്ക്. പപ്പയുടെ ഇലച്ചെടികൾ ഇനി 100 മിനി വിളവ് തരും. ഇതെന്റെ ഉറപ്പല്ല, ഉപയോഗിച്ച് വിജയിച്ച 100 കണക്കിന് കർഷകരുടെ ഉറപ്പാ. ശക്തമായ വേരുപടലവും കരുത്തുറ്റ ചിമ്പുകളും ചരങ്ങളും ഇന്ദ്രജാലിലൂടെ ചെടിയിൽ നിറയെ പൂക്കളും അതുവഴി ധാരാളം കായ്ഫലവും ഉണ്ടാകാൻ അമിമാക്സ്. ചെടിയുടെ സമഗ്ര വളർച്ചയ്ക്കും കരുത്തിനും ചമത്കാർ. ഒരു ഹൈഫീൽഡ് AG ഉൽപ്പന്നം. കേരളത്തിലെ അംഗീകൃത വിതരണക്കാർ അഗ്രോ പാർക്ക്, നെടുങ്കണ്ടം. ജില്ലയിലെ എല്ലാ കൃഷിമരുന്ന് കടകളിലും ലഭ്യമാണ്. അന്ന് അവളുടെ മുഖത്ത് കണ്ട ചിരി, അതൊരു വിശ്വാസത്തിന്റെ പാരമ്പര്യമാണ്. നിങ്ങളുടെ സ്നേഹം പോൽ പരിശുദ്ധമായ സ്വർണം വിശ്വസ്തയോടെ. ആലുങ്കൽ ജ്വല്ലറി, NH റോഡ്, അടിമാലി. ഞങ്ങൾ നഗരമധ്യത്തിലല്ല, ജനമധ്യത്തിലാണ്.